കൊച്ചി തീരത്ത് MSC എൽസ 3 കപ്പൽ മുങ്ങിയത് വിശദീകരിക്കാൻ ഷിപ്പിംഗ് മന്ത്രാലയം ഒരുങ്ങുന്നു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗും കേന്ദ്ര സംഘവും ഇന്ന് മാധ്യമങ്ങൾ ഇതിനായി കാണും. കപ്പലിൽ നിന്ന് ചോർന്ന എണ്ണ പടരുന്നത് തടയാൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പ്രതിരോധ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. 3 വെസലുകൾ ഇതിനായി നിരീക്ഷണത്തിന് തയ്യാറാക്കി കഴിഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ കണ്ടെയ്നറുകളും എത്തിയിട്ടുണ്ട്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അമൽ സുരേന്ദ്രൻ, കോവളത്തിൻ്റെ തീരത്തൊക്കെ കണ്ടെയ്നർ എത്തി എന്നുള്ള രീതിയിലൊക്കെ വാർത്ത വരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? SKN ഏതായാലും നമ്മൾ അറിഞ്ഞതുപോലെ തന്നെ കോവളത്തിന്റെ അടക്കം തീരങ്ങളിലേക്ക് കണ്ടെയ്നറുകൾ എത്തിയെന്ന വാർത്ത വരുന്നുണ്ട്. പക്ഷേ അപകടകരമാം വിധം നമ്മൾ പേടിച്ചതുപോലെയുള്ള അപകട വസ്തുക്കൾ, ഹസാഡസ് വേസ്റ്റ് നിറഞ്ഞ കണ്ടെയ്നേഴ്സ് ഒന്നും തീരത്തടിഞ്ഞിട്ടില്ല എന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം. ഏതായാലും ഇപ്പോഴത്തെ കോസ്റ്റ് ഗാർഡിന്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അത് ഈ കപ്പൽ മറിഞ്ഞപ്പോഴുണ്ടായ എണ്ണച്ചോർച്ച, ഈ ഡീസലിന്റെ എണ്ണ ചോർച്ച ഉണ്ടായത് അത് കടലിന് ആകെ വ്യാപിച്ചു കിടക്കുകയാണ്. പക്ഷേ ഇതുവരെയും അത് തീരത്ത് തൊട്ടിരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 2 വെസലുകൾ, കോസ്റ്റ് ഗാർഡിന്റെ 2 വെസലുകൾ ഈ ഒരു കടലിൽ ബൂമിംഗ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡോണിയർ വിമാനങ്ങൾ ഇന്നലെ അടക്കം കടലിൽ ബൂമിംഗ് നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ബൂമിംഗ് നടത്തുക എന്ന് പറഞ്ഞാൽ ചില രാസവസ്തുക്കൾ കടലിലെ ഈ എണ്ണ പടർന്ന പ്രദേശങ്ങളിലേക്ക് ശക്തമായി അടിക്കുക എന്നാണ് ബൂമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ എണ്ണ പടരുന്നത് തടയാമെന്നാണ് കോസ്റ്റ് ഗാർഡ് കരുതുന്നത്. പക്ഷേ ഇന്നലെ അടക്കം കടൽ വളരെ പ്രക്ഷുബ്ധമായിരുന്നു. പ്രകൃതിയുടെ ഒരു രീതി എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രതികൂലമായ രീതിയിലായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രതികൂല അവസ്ഥയൊക്കെ ഈ ഒരു എണ്ണ പടരുന്നത് തടയുവാനുള്ള പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇന്നും ഈ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടികളാണ് എണ്ണ പടരുന്നത് തടയാൻ വേണ്ടി നടത്തുന്നത്. അതിനിടയിലാണ് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ ഉദ്യോഗസ്ഥരും സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥരും ഇന്ന് എറണാകുളത്ത് വില്ലിംഗ്ടൺ ഐലൻഡിലെ മെർച്ചന്റ് നേവിയുടെ ക്ലബിൽ ഒരു ഒരു വാർത്താ സമ്മേളനം കൂടാൻ തീരുമാനിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ വാർത്താ സമ്മേളനത്തിൽ മാത്രമേ കുറെ കൂടി ആധികാരികമായിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. കപ്പൽ മറിഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ 25-ാം തീയതിയാണ് MSC എൽസ 3 കടലിൽ മറിയുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ ഒരു തകർച്ച, ഈ കപ്പൽ വീണതിനെ കുറിച്ചുള്ള പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പരക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കപ്പലിന്റെ ഡോക്കിന് താഴെയുള്ള ബലാറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്തുണ്ടായ തകർച്ചയാണ് ഇത്തരത്തിലുള്ള ഒരു കപ്പൽ മറിയാൻ ഇടയാക്കിയത് എന്ന കപ്പലിൽ നിന്നും പലരും പറഞ്ഞതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നെല്ലാം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് 1 മണിക്കാണ് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ കസ്റ്റംസിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ് റിലീസ് വന്നിരുന്നു. അതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അവസാനത്തെ അധികാരികളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആധികാരികമായ. താങ്ക് യു. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.